ഇന്നേ ദിവസം ഈ കരുണയുടെ വർഷത്തിൽ നമുക്ക് വചന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോൺസൺ തളിയത്തച്ഛനാണ്. അദ്ദേഹം PMI വൈദികനാണ്. ഇപ്പോൾ ആഫ്രിക്കയിലെ മഡഗാസ്കർ മിഷനിൽ സജീവമായി ഈശ്വരിയോടുകൂടെ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു ഇരിക്കുന്ന വൈദികനാണ് ബഹുമാനപ്പെട്ട ജോൺസൺ തളിയത്തച്ഛൻ. നമുക്കറിയാം, വൈദ്യുതിയില്ല, വെള്ളമില്ല, റോഡുകളില്ല. ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് ബഹുമാനപ്പെട്ട തളിയത്തച്ഛൻ കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹം മിഷൻ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കരുണയുടെ വർഷത്തിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട ജോൺസൺ തളിയത്തച്ഛൻ. നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിക്കുന്ന മിഷൻ അനുഭവങ്ങളാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. ഈ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഈ പ്രാർത്ഥനയിലുള്ള എല്ലാ മക്കളുടെ നാമത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ജോൺസൺ തളിയത്തച്ഛനെ പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഫോൺ ലൈനുകളാണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടേക്ക് ബാക്കി ഡിസ്റ്റർബൻസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജോൺസണച്ച് ഏറ്റവും സ്നേഹത്തോടുകൂടെ കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ജോച്ചന് പ്രത്യേകം നന്ദി പറയുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുന്നു. ജോച്ചനും കാനാട്ടച്ഛനും നേതൃത്വം നൽകുന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയിലെ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ആശംസകൾ. നേരിൽ കാണാണ്ട് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിലും, നിങ്ങളെല്ലാവരും എനിക്കറിയാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളോട് ഞങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആഫ്രിക്കയിലെ മഡഗാസ്കറിലെ ഏൽപ്പിച്ച ഒരു ഗ്രാമത്തിലെ ആദ്യത്തെ ദേവാലയത്തിന്റെ പുനർനിർമ്മാണ സമയത്ത് അതിന്റെ അടിസ്ഥാനം വെഞ്ചരിച്ച് ആശ്രവദിക്കുവാൻ രൂപത പിതാവ് അവിചാരിതമായി വന്നത് ജൂണിലെ ഒരു തിരുഹൃദയ തിരുനാളിലായിരുന്നു. അതിന്റെ അടുത്ത വർഷം പിതാവ് ദേവാലയത്തിന്റെ ആശീർവാദനത്തിന് വന്നതും അതേ തിരുനാളിൽ തന്നെയായിരുന്നു. അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്വാധീനം അനുഭവപ്പെട്ട അവസരത്തില് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ദേവാലയം എന്ന് നാമകരണം ചെയ്യുവാൻ അപേക്ഷിച്ചപ്പോൾ പിതാവ് സന്തോഷപൂർവ്വം അത് അനുവദിക്കുകയും ചെയ്തു. ഇന്ന് ഈ തിരുഹൃദയ തിരുനാളിൽ തന്നെ നിങ്ങളോട് സംസാരിക്കുവാനും ഇങ്ങനെ ഈശോ ഞങ്ങളെ വഴി നടത്തുന്നു എന്ന് പറയുവാനും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മുൻപൊരിക്കല് ജോൺസൺ തെക്കൂറിനച്ഛൻ നിങ്ങളോട് മഡഗാസ്കർ വിശേഷം പങ്കുവെച്ചെന്ന് ജോച്ചൻ എന്നോട് പറയുകയുണ്ടായി. മഡഗാസ്കർ ആഫ്രിക്കൻ വൻകരയുടെ തെക്കുഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തില് മൗറീഷ്യസ് ദ്വീപിനും മൊസാംബിക്കിനും ഇടയിൽ നീണ്ടുകിടക്കുന്ന ലോകത്തെ 4ാമത്തെ വലിയ ദ്വീപ്. 2,20,00,000 ജനങ്ങളുള്ള ഈ ദ്വീപിന് കേരളത്തിന്റെ 5 ഇരട്ടി വലുപ്പം വരും. 18 ഗോത്രവർഗങ്ങളുള്ള ഈ ദ്വീപ് ഒരു ക്രൈസ്തവ രാജ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ. കാരണം 22 രൂപതകളുള്ള ഒരു ദ്വീപാണ് മഡഗാസ്കർ. ജനങ്ങളിൽ ഭൂരിപക്ഷം പേരും ഗ്രാമങ്ങളിലാണ് വസിക്കുക. അവരിൽ ഭൂരിപക്ഷം പേരും യേശുവിനെ അറിയാത്തവരാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 10ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ വിളവ് അധികം വേലക്കാരെ ചുരുക്കം എന്ന ദൈവവചനം മഡഗാസ്കറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അന്വർത്ഥമാണ്. ഒരു മിഷണറി ആകാൻ താല്പര്യമില്ലാതിരുന്ന ഞാൻ മഡഗാസ്കറിൽ മിഷണറിയായി എത്തിയത് 1997 അതിനെനിക്ക് പ്രചോദനം നൽകിയത് സെമിനാരി പഠനകാലത്ത് 1991-93 കാലഘട്ടത്തില് ദേവി കാവുങ്ങൽ അച്ഛനോടൊപ്പം, അച്ഛൻ ഇപ്പോൾ ബ്രൂക്കിനിലെ പാസ്റ്ററാണ്, അദ്ദേഹത്തോടൊപ്പം കെനിയയിലെ റീജൻസി നടത്താൻ ലഭിച്ച ദൈവാനുഗ്രഹമാണ്. 23ാമത്തെ വയസ്സിൽ അച്ഛനാകാൻ വന്ന എനിക്ക് ഇടിവെട്ട് പോലെ കിട്ടിയ ഒന്നായിരുന്നില്ല എൻ്റെ ദൈവവിളി. കുഞ്ഞുനാളിൽ വായനാശീലം സ്വായത്തമാക്കിയപ്പോൾ പ്രധാനമായും എന്നെ ആകർഷിച്ചത് പുതിയ നിയമം തന്നെയായിരുന്നു. അന്ന് പഴയ നിയമം വീട്ടിലുണ്ടായിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21ാമത്തെ അധ്യായം ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? അത് എനിക്ക് നേരെയുള്ളൊരു ചോദ്യമായി തന്നെ ഞാൻ എടുത്തു. അതിനുള്ള എൻ്റെ മറുപടിയാണ് എൻ്റെ ജീവിതം. നമുക്ക് മാത്രമല്ല, കർത്താവിനും നമ്മുടെ സ്നേഹം ലഭിക്കാൻ ആഗ്രഹമുണ്ട് എന്നറിയുമ്പോൾ എങ്ങനെയാണ് സമ്മതം മൂളാതിരിക്കാൻ നമുക്ക് കഴിയുക? കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു, കർത്താവിനെ നീ അത് അറിയുന്നുണ്ടല്ലോ എന്ന് പത്രോസ് പറഞ്ഞപ്പോഴൊക്കെ ഒരു ദൗത്യം കർത്താവ് പത്രോസിനെ ഏൽപ്പിക്കുന്നുണ്ട്. പത്രോസിനോടൊപ്പം ഈശോയുടെ സ്നേഹാഭ്യർത്ഥനയ്ക്ക് ഇത്തരം ഉത്തരം നൽകുമ്പോൾ നമുക്കും ഒരു ദൗത്യം ഈശോ നമുക്ക് തരുന്നുണ്ട്. പലപ്പോഴും നാം അത് കാണാറില്ല. നാട്ടിലായാലും
അമേരിക്കയിലായാലും നമുക്കൊക്കെ വ്യഗ്രതയാണ്, ജീവിക്കാനുള്ള വ്യഗ്രത. അതിനിടയിൽ നമുക്ക് പറയാനുള്ളത് പറഞ്ഞ് കേൾക്കാനുള്ളത് കേൾക്കാൻ നിൽക്കാതെ വ്യഗ്രതയിൽ നാം ഒഴുകുന്നു. നമ്മുടെ ഭൗതിക ജീവിതത്തിലായാലും പരാജയങ്ങളുടെ ഒരു കാരണം ഇത് തന്നെയാണ്. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവയ്ക്ക് നമ്മളോട് പറയാനുള്ളത് കേൾക്കാനുള്ള നമ്മുടെ ക്ഷമയില്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ സമയമില്ലായ്മ. വൈകി കിട്ടിയൊരു ദൈവവിളിയാണ് എൻ്റേത് എന്ന് മറ്റുള്ളവർക്ക് തോന്നാമെങ്കിലും എൻ്റെ ഉള്ളിൽ ഉയർന്നു കേട്ടിരുന്ന ഈശോയുടെ സ്നേഹാഭ്യർത്ഥനയും അതിനുള്ള എൻ്റെ പ്രത്യുത്തരവുമാണ് ഇത്രയും കാലം ഞാൻ ഹൃദയത്തിൽ കൊണ്ടു നടന്നത്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് CMI സഭയിൽ ചേരാൻ ഞാൻ ഒട്ടും ആലോചിച്ചിട്ടില്ല. പക്ഷെ ചാവറ പിതാവ് കേരള സഭയ്ക്കും അങ്ങനെ കർത്താവിന്റെ സഭയ്ക്കും ചെയ്ത നന്മകളെ കുറിച്ച് ഇന്ന് അറിയുമ്പോൾ ഇന്ന് അമലോത്ഭവമാതാവിന്റെ കർമ്മലിത്ത സഭയിൽ ചേർന്നത് വളരെ അഭിമാനകരമായി സന്തോഷകരമായി എനിക്ക് അനുഭവപ്പെടുന്നു. പക്ഷെ ഏതു തരത്തിലുള്ള ഒരു സമ്മാനമാണ് എനിക്ക് ലഭിച്ച ദൗത്യ നിർവഹണത്തിലൂടെ തമ്പുരാന് ഞാൻ നൽകുക? ഈ ചോദ്യം ഇന്നും എനിക്കൊരു വെല്ലുവിളി തന്നെയാണ്. ഒരു മിഷണറി ആയിട്ട് എൻ്റെ ജീവിതം ഞാൻ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അത് അവിടത്തേക്ക് ഇഷ്ടമുള്ള ഒരു സമ്മാനമാകുന്നുണ്ടോ? മഡഗാസ്കറിലെ ജനങ്ങൾ പൊതുവെ ദരിദ്രരും വിദ്യാഭ്യാസം ലഭിക്കാത്തവരുമാണ്. നഗരങ്ങളിലെ ധനികരും അഭ്യസ്തരും വിദ്യരും എല്ലാം ഉണ്ടെങ്കിലും ഗ്രാമങ്ങളിലേക്ക് തിരിയുമ്പോൾ വേറൊരു ലോകമാണ് നാം കാണുക. പള്ളികളിൽ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കാഴ്ച സമ്മാനങ്ങളിൽ പലതും അവരുടെ ഉപജീവന മാർഗങ്ങളിൽ പെടുന്ന ഫലങ്ങളോ മൃഗങ്ങളോ ഒക്കെ ആയിരിക്കും. ചുരുക്ക സന്ദർഭങ്ങളിൽ ലഭിക്കുന്ന റെഡിമെയ്ഡ് പാൻസും ഷർട്ടും അവരുടെ സ്നേഹം വിളിച്ചോതുന്ന സമ്മാനങ്ങളാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇത്തരം പാൻസുകൾ ഒരു കുട്ടിക്ക് മാത്രം പാകമാകാൻ തക്ക വിധത്തിലോ അല്ലെങ്കിൽ ഷർട്ട് എന്നെ പോലെയുള്ള രണ്ടാൾക്ക് കയറാവുന്ന നിലയിലുള്ളതൊക്കെ ആയിരിക്കും. എന്നാൽ അത് അവരുടെ സ്നേഹത്തിന്റെ അടയാളമായി തന്നെ നമ്മൾ കാണണം. ഇത്ര നിഷ്കളങ്കരും അറിവില്ലാത്തവരുമായ ഈ പാവപ്പെട്ടവരെക്കാള് ഒട്ടും മെച്ചമില്ലാത്തവരാകും പലപ്പോഴും അറിവും കഴിവും കരുതുന്ന നമ്മളൊക്കെ. ആർക്കെങ്കിലൊക്കെ ഒരു സമ്മാനം കൊടുക്കേണ്ട സമയത്ത് നാം ചെയ്യുക എന്താണ്? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം തിരഞ്ഞെടുക്കും. സമ്മാനം സ്വീകരിക്കുന്ന ആൾക്ക് ഒരു അഭിപ്രായം പറയാനാകില്ല, ഒരു പക്ഷേ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പോലും. ഇതുപോലൊക്കെ തന്നെയാണ് നല്ലവനായ ദൈവത്തിന് നാം ഒരു സമ്മാനം നൽകുമ്പോഴും ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് എന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നാം നൽകുന്നു. ഇതുകൊണ്ടായിരിക്കാം ഭൗതികമായി നല്ല ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് നമുക്ക് തോന്നാമെങ്കിലും ആത്മീയമായി നല്ല മേനി പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കാത്തത്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ തുടങ്ങി വ്യഗ്രത മൂലം ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് അവസാനം കർത്താവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവരായി തീരുമോ? അതാണ് എൻ്റെ പേടി. എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠനും ചേച്ചിയും മിഷണറിമാരായിരുന്നെങ്കിലും അവരുടെ സാഹചര്യം ഇല്ലാതെ തന്നെ ഒരു മിഷണറി ആയി അകലങ്ങളിൽ പോകാൻ ഞാൻ വഴിമാറി ചവിട്ടിയതിന്റെ കാരണം ഇത് തന്നെയാണ്. ഞങ്ങൾ ധർമാരാമിൽ പഠിക്കുമ്പോൾ പലപ്പോഴും പല ഭാഷകൾ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ചമ്മച്ചന്മാരൊക്കെ പരാതി പറയാറുണ്ട്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പല ഭാഷകൾ അല്പാൽപ്പം പരിചയപ്പെടുത്തുന്ന ധർമാരാമിലെ ഈ അധ്യയനം പുതിയ ഭാഷകൾ പഠിക്കുന്നതിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ചമ്മാച്ചനായിരിക്കുമ്പോൾ കെനിയയിൽ പോയപ്പോഴും പട്ടം കഴിഞ്ഞ് മഡഗാസ്കറിൽ പോയപ്പോഴും പുതിയ ഭാഷ പഠിക്കുന്നത് എനിക്കിഷ്ടമായിരുന്നു. മുൻപ് കെനിയയിൽ ആയിരുന്നപ്പോൾ പിന്നീട് മഡഗാസ്കറിലായിരുന്നപ്പോഴും ഞാൻ അന്തം വിട്ടിരുന്നിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ജനങ്ങളുടെ രൂപഭാവങ്ങളും സംസ്കാരങ്ങളും പെരുമാറ്റ രീതികളും വസ്ത്രധാരണ രീതികളും ജീവിതവും കൂടെ നമ്മുടെ മുൻവിധികളും എല്ലാം നമ്മെ പുതിയൊരു ലോകത്തേക്കാണ് കൊണ്ടുപോവുക. ഒന്ന് ചുരുക്കി പറഞ്ഞാല് ഒത്തിരി കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ വൈപരീത്യങ്ങൾ നമുക്ക് ഈ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ആദ്യമായിട്ട് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യും. മനോഹരനെ തുക്കോ അല്ലെങ്കിൽ ഇന്ന് വവ്വോ ഇന്ന് മലയാളി ഭാഷയിൽ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ വിശേഷം എന്നാണ് ചോദിക്കുക ആദ്യം കാണുമ്പോൾ. അപ്പൊ അവര് മറുപടി പറയും ചിമീശി എന്ന് പറഞ്ഞാല് വിശേഷമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കുക എന്താ വിശേഷം, അവർ പറയും വിശേഷമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു വിശേഷം ഇല്ല എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ആള് പറയുന്നത് എൻ്റെ അപ്പം മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ വീട് കാറ്റെടുത്ത് കൊണ്ടുപോയി. പക്ഷെ എത്ര വലിയ ദുഃഖമുള്ള വാർത്തയായാലും സന്തോഷമുള്ള വാർത്തയായാലും ആദ്യം അവർ ഉത്തരം പറയുക വിശേഷമൊന്നും ഇല്ല. അത് അവരുടെ ഒരു രീതി. ഇനി പള്ളിയില് മാമോദിസയ്ക്ക് അല്ലെങ്കിൽ കല്യാണത്തിന് ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാരണവന്മാരാണ് കുട്ടികളെ കൊണ്ടുവരിക അല്ലെങ്കിൽ മക്കളെ കൊണ്ടുവരിക പള്ളിയിലേക്ക്. പക്ഷെ മഡഗാസ്കറിലെ വില്ലേജിലെ പള്ളിയിലൊക്കെ പലപ്പോഴും കാരണവന്മാരെ മാമോദിസയ്ക്കും കല്യാണത്തിനും കൊണ്ടുവരുന്നത് കുട്ടികളായിരിക്കും. എന്ന് വെച്ചാൽ പലപ്പോഴും അവർ നേരം വൈകി വയസ്സാവുന്ന സമയത്തേക്കാണ് മാമോദിസ സ്വീകരിക്കുന്നതും കല്യാണം നടത്തുന്നതും. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാല് അവർ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി കുർബാന അല്ലെങ്കിൽ കുർബാനയില്ലെങ്കിൽ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം സിമിത്തേരിയിൽ കൊണ്ട് അടക്കി നമ്മൾ ഭംഗിയായി വീട്ടിലേക്ക് തിരിച്ചു പോരും. പക്ഷെ മഡഗാസ്കറിൽ പലപ്പോഴും ഇങ്ങനെ അടക്കിയ
ഈ കാരണന്മാരുടെ അവശിഷ്ടങ്ങൾ അവർ വീണ്ടും ആ കുഴിയിൽ നിന്നെടുത്ത് വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുവരുന്ന ഒരു പതിവുണ്ട് അവർക്ക്. അതിനെ ഫമദ്യന എന്നാണ് പറയുക. ഇനി നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 3-4 ദിവസം ആരെങ്കിലും വരാനുണ്ടെങ്കിൽ കാത്തു വെച്ചിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടു അടക്കും. മഡഗാസ്കറിലെ ചില ഗോത്രവർഗ്ഗക്കാര് അത് ദിവസങ്ങളും മാസങ്ങളും വർഷം വരെയൊക്കെ അത് വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നതിന് ശേഷമായിരിക്കും കൊണ്ട് അടക്കാൻ പോകുന്നത്. നമ്മളൊക്കെ സോപ്പ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും കുളിക്കുന്നതിനിടയിൽ തേച്ച് ചെളിയെല്ലാം കളയാനായിരിക്കും. പക്ഷെ മഡഗാസ്കറിലെ പാവപ്പെട്ട ജനങ്ങളൊക്കെ വില്ലേജിലേക്ക് നിന്ന് മാർക്കറ്റിലേക്കൊക്കെ വരുന്ന വഴിക്ക് പലപ്പോഴും ഇടയ്ക്കുള്ള സ്ഥലത്ത് ഇറങ്ങി കുളിച്ച് ആ കുളിക്കുന്ന സമയത്തൊന്നും അവർ സോപ്പ് തേക്കില്ല. കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ തൂത്ത് കളഞ്ഞ് അവസാനം അവർ സോപ്പൊക്കെ ഒന്ന് കയ്യിലൊക്കെ പരട്ടി ദേഹത്തിന്റെ എല്ലാ ദേഹത്തും പുരട്ടും. കാരണം എന്താ? പെർഫ്യൂമൊന്നും മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് മാർക്കറ്റിൽ വരുമ്പോൾ എല്ലാവർക്കും നല്ല മണം കിട്ടാൻ വേണ്ടി അവർ കുളി കഴിഞ്ഞിട്ടാണ് സോപ്പ് ദേഹത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെരുപ്പ് വാങ്ങിച്ചാല് നമ്മളൊക്കെ കാലയിലിട്ടുകൊണ്ട് നടക്കും. പക്ഷെ മഡഗാസ്കറിലെ ജനങ്ങൾ പലരും കഷത്ത് വെച്ചാണ് നടക്കുക. കാരണം ആരും കാണാനില്ലെങ്കിൽ അവർക്ക് ചെരുപ്പിന്റെ ആവശ്യമില്ല. അപ്പൊ മാർക്കറ്റിൽ വരുമ്പോൾ അവർ കഷത്ത് വെച്ചുകൊണ്ടിരുന്ന ചെരുപ്പ് മാർക്കറ്റ് എത്താറാകുമ്പോൾ മാത്രമേ കാലയിൽ ഇടുള്ളൂ. ഇതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ വീണ്ടും ആ ചെരുപ്പ് അവരുടെ കഷത്ത് കയറും. അപ്പൊ അത്രയും വളരെ ലളിതമായി ജീവിക്കുന്നവരാണ് മഡഗാസ്കറിലെ ജനങ്ങൾ. ഇപ്പൊ ഈ കറുത്ത നിറമുള്ളവരെയും തവിട്ട് നിറമുള്ളവരെയൊക്കെ അസംസ്കൃതർ എന്ന് വിളിച്ച വെളുത്തവർക്കം നിന്നുകൊണ്ട് അവിടുത്തെ തദ്ദേശവാസികളെ തരം താഴ്ത്തുന്ന നമ്മെ പോലുള്ള തവിട്ട് നിറമുള്ളവരുടെ അല്പത്വം നമുക്ക് ആഫ്രിക്കയിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോഴും. ഇന്ന് നമ്മുടെ ഭാരതത്തില് വളരെ ദുഷ്കരാണ് സുവിശേഷ പ്രഘോഷണവും വൽക്കരണവും ഒക്കെ. അതുകൊണ്ട് ഒരു മിഷണറി ജീവിക്കാനുണ്ടാകുന്ന ഇത്തരം വെല്ലുവിളികളൊന്നും മഡഗാസ്കറിൽ ജീവിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എങ്കിലും ഭൗതികമായ രീതിയിൽ നോക്കുമ്പോൾ ചില പുതുമകൾ ഇവിടെ നമുക്ക് അനുഭവപ്പെടും. ഒരു തരത്തിൽ പറഞ്ഞാല് സുവിശേഷത്തിൽ പറയുന്നത് പോലെ നാം വീണ്ടും ജനിക്കണം. ഇവിടെ സുവിശേഷം പ്രസംഗിക്കാനായി ഇതിനായി നമ്മുടെ പഴയ വേരുകളിൽ നിന്ന് നാം മുറിച്ചു മാറ്റപ്പെടണം. ഇതൊരു വെല്ലുവിളിയാകെ ഒരു പക്ഷെ കൂടുതലും ഇനി ഫലം പുറപ്പെടുവിക്കാനായിട്ട് നാം വളർന്നു വന്ന സാഹചര്യം, സംസ്കാരം, ഭക്ഷണ രീതി, വസ്ത്രധാരണ രീതി, അല്ലെങ്കിൽ കാലാവസ്ഥ, ഭാഷ, ജീവിത സൗകര്യങ്ങള്, വാർത്താവിനിമയ സൗകര്യങ്ങള് എല്ലാം നമുക്ക് അന്യമാവും, ഇല്ലെങ്കിൽ മാറ്റം ചെയ്യപ്പെടും. എന്നാൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അസ്വസ്ഥതകളെ അതിജീവിക്കുന്ന സന്തോഷവും സമാധാനവും അതൊരു മിഷണറിക്ക് സ്വന്തമാണ്. നാം തനിച്ചല്ല, അല്ലെങ്കിൽ നമ്മെ വിളിച്ചവന് നമ്മളിലൂടെ പൂർത്തീകരിക്കാൻ ഒരു ദൗത്യമുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് കരുത്ത് നൽകും. പിന്നെ പോരായ്മകളെ കുറിച്ച് ചിന്തിച്ചിരിക്കാൻ നമുക്ക് എവിടെയാ നേരം? ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിഷമിക്കാനിടയായ സന്ദർഭങ്ങളിലെല്ലാം കർത്താവിന്റെ കരമുണ്ടായിരുന്നു എന്ന് ഇപ്പോഴും തിരിച്ചറിയുന്നു. ഒരു തരം കൗതുകത്തോടെയാണ് അതെല്ലാം അയവർക്കുന്നത് തന്നെ. ഒരിക്കലും മഡഗാസ്കറിൽ വിമാനം ഇറങ്ങിയ ആദ്യത്തെ സായാഹ്നത്തില് ഞങ്ങളുടെ മിഷൻ അല്പം ദൂരെ ആയതിനാൽ തലസ്ഥാന നഗരമായ ആന്റനാനറിവോയിൽ തന്നെയുള്ള ബിഷപ്പ് കോൺഫറൻസിന്റെ കീഴിലുള്ള അതിഥി മന്ദിരത്തിലാണ് അന്ത്യം ഉറങ്ങിയത്. ഏകദേശം 7 മണിയോടുകൂടി വിമാനം ഇറങ്ങി എപ്പിസ്കോപ്പയിലെ ഭവനത്തിൽ വന്നു. പതിവ് അനുസരിച്ച് 8 മണിക്കായിട്ട് അത്താഴമെന്ന് ഞങ്ങൾ കൊണ്ടുവന്ന അച്ഛന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി വെള്ളം കുടിച്ച് കിടന്നോ എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താ? ഇവിടുത്തെ ഭക്ഷണ സമയം 7 മണിക്കാണ്. നമ്മളൊക്കെ ശീലിക്കുന്നത് 8 മണി, 9 മണി, 10 മണിയാണ്. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണ സമയം 7 മണി കഴിഞ്ഞാൽ ഊട്ടുമുറി പൂട്ടി അതിന്റെ ചുമതലയുള്ള ഒരു സ്ഥലം വിടും. അപ്പൊ ജീവിതത്തിന്റെ സമയപട്ടിക തെറ്റിയതിലെ ആദ്യത്തെ കല്ലുകടിയായിരുന്നു ആദ്യത്തെ ദിവസം. ഞങ്ങൾക്ക് ലഭിച്ച മിഷനിൽ എത്താൻ ഇനി 650 കിലോമീറ്റർ റോഡ് വഴി യാത്ര ചെയ്യണം. ഞങ്ങൾ എത്തിയത് ചൂടുകാലത്തായതുകൊണ്ട് അകത്തും പുറത്തും ചൂട്. ഈ കരമാർഗത്തില് 120 കിലോമീറ്റർ റോഡ് വളരെ മോശം. എത്ര നേരം യാത്ര ചെയ്താലും എങ്ങും എത്താത്തൊരു പ്രതീതി. ഇടയ്ക്ക് ലഭിച്ച ഭക്ഷണം ആഫ്രിക്കൻ രീതിയിലായതുകൊണ്ട് ആവശ്യത്തിനകത്താക്കാൻ പറ്റിയതുമില്ല. ഇനി നല്ലൊരു കേരള ഭക്ഷണം ലഭിക്കാൻ തിരികെ കേരളത്തിലെത്തണമെന്ന് ബോധ്യമായി. കൊച്ചു കൊച്ചു കുടിലുകളുള്ള പല ഗ്രാമങ്ങളും കടന്ന് നീണ്ട കഷ്ടപ്പെടുത്തുന്ന യാത്രയ്ക്ക് ശേഷം അവസാനം ഞങ്ങൾക്കായി കാത്തിരിക്കുന്ന കറണ്ടില്ലാത്ത സാമാന്യം വലിയൊരു വീട്ടിൽ ഞങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതുവരെ പഠിച്ച ഭാഷകളിൽ സംസാരിക്കാനാവുന്നത് 3 പേരോട് മാത്രം. ഞങ്ങളെ കൊണ്ടുവരാൻ വന്ന പോൾ മോസസ് അച്ഛനോടും ചീരൻ കുര്യാക്കോസ് അച്ഛനോടും പിന്നെ എന്റെ കൂടെ വന്ന ലൂയിസ് രാജ് പുറത്തൂര അച്ഛനോടും. മറ്റുള്ളവരെല്ലാം സംസാരിക്കുന്നത് വേറെ എന്താണ്. അവരോട് സംസാരിക്കണമെങ്കിൽ അവർ നമ്മുടെ ഭാഷ പഠിക്കാൻ കാത്തിരിക്കാതെ അവരുടെ മണ്ണിൽ അവരുടെ ഭാഷയിൽ വീണ്ടും ജനിക്കുന്നത് ഒരു മിഷണറിയുടെ ദൗത്യമാണ്. അതിനായിട്ട് വീണ്ടും ഞങ്ങൾ ചിതറിക്കപ്പെട്ടു. ആദ്യം നാട്ടുകാരുടെ ഭാഷയായ മലയാസിയിൽ പിച്ച വെച്ച് നടന്നു, വീണ്ടും എഴുന്നേറ്റ് നടന്നു, വീണ്ടും എഴുന്നേറ്റ് ഓടി ആ ഓട്ടം ഇന്ന് തുടരാണ്. പിന്നീട് തനിച്ചായപ്പോഴെല്ലാം സ്വന്തമായ ഭാഷകൾ, സ്വന്തം സ്വപ്നങ്ങൾ കാണാൻ മാത്രം ഉപയോഗിച്ചു. മഡഗാസ്കറിലെ റോഡുകളുടെ സ്ഥിതി അന്നും ഇന്നും വളരെ ദയനീയം. മനുഷ്യ ശരീരത്തിൽ ഞരമ്പുകൾ ഉള്ളതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിലെ വഴികളും. ഇവിടുത്തെ ഞരമ്പുകൾ ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ മഡഗാസ്കറിന്റെ ആരോഗ്യവും പുരോഗതിയും വളരെ താഴ്ന്ന നിലയിൽ തടസ്സപ്പെട്ട് നിൽക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ
ഞങ്ങൾക്ക് മുൻപ് വന്ന പല മിഷണറിമാരും കാളവണ്ടിയിലായിരുന്നു ദൂര ഗ്രാമങ്ങളിലേക്ക് പോയിരുന്നത്. ഒരു ദിവസം അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്കുള്ള പ്രയാണത്തിലായിരുന്നു. ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് ഒരു കാളവാഹനം കടന്നുപോയി. അതിലൊരു അമ്മയും കുഞ്ഞും സഹയാത്രികരോടൊപ്പം സുഖമായിരിക്കുന്നുണ്ട്. മഴ പെയ്ത് വെള്ളം കെട്ടി നിന്നത് മൂലം എവിടെയാണ് കുഴി എന്നറിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ കണ്ടു, നടുവിലുള്ള ചേറുകുഴിയെ ഒഴിവാക്കാൻ സൈഡിലേക്ക് മാറിയ കാളവണ്ടിയുടെ ഒരു ചക്രം ഉയർന്നു നിന്ന മൺതിട്ടിൽ കയറി മറഞ്ഞ് നടുവിലുള്ള ചെറുകുഴിയിലേക്ക് വീണിരിക്കുന്നത്. ദൈവാനുഗ്രഹം ആർക്കൊന്നും സംഭവിച്ചില്ല. എങ്കിലും ചേറിലുണ്ടാക്കിയ പ്രതിമകളെ പോലെ മുമ്പ് കണ്ട അമ്മയും കുഞ്ഞൊക്കെ എഴുന്നേറ്റ് വരുന്നത് ഇന്നും ഞങ്ങളുടെ കൺമുമ്പിലുണ്ട്. പിന്നീട് 30-40 കിലോമീറ്ററുകൾ ഒറ്റ ദിവസം കൊണ്ടൊക്കെ നടക്കേണ്ടി വന്നപ്പോഴും ഒരു കാളവണ്ടിയിലും കയറാൻ തോന്നിയില്ല. കാരണം ഇവിടെ കാളവണ്ടിക്കാരനല്ല വണ്ടിയെ നിയന്ത്രിക്കുന്നത്, മറിച്ച് 100% കാളകൾ തന്നെയാണ്. അതും യാതൊരുവിധ ബ്രേക്ക് സംവിധാനങ്ങളും ഇല്ലാതെ. വേറെ ഒരിക്കലും തണുപ്പുള്ള ഒരു കാലാവസ്ഥയിൽ 35 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു. കൊടുങ്കാറ്റുണ്ടായ മൂലമുണ്ടായ ദുരിതത്തിന് സഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പല ഗ്രാമങ്ങളും മീറ്റിങ്ങുകൾ നടത്തിയാണ് കടന്നുപോയത്. രാത്രി ഉറങ്ങേണ്ട ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു കാളവണ്ടിയിൽ ആവശ്യമുള്ള കുടിവെള്ളവും രാത്രിയിൽ ഉപയോഗിക്കാൻ പുതപ്പും കൊടുത്ത് ഞങ്ങൾ നേരത്തെ കാൽനടയായിട്ട് പുറപ്പെട്ടു. അവസാനത്തെ ഗ്രാമത്തിലെത്തുമ്പോൾ തിരികെ ഏൽപ്പിക്കാമെന്ന് കാളവണ്ടിയിൽ വന്നുകൊണ്ടിരുന്ന ഡോക്ടർ ഉറപ്പും തന്നു. ഞങ്ങൾ പല സ്ഥലത്തെ മീറ്റിങ്ങുകളും കഴിഞ്ഞ് രാത്രി 11 മണിക്ക് അകലെയുള്ള ഗ്രാമത്തിലെത്തി. നല്ല തണുപ്പ്. ഞങ്ങളുടെ ആവശ്യത്തിന് സാധനങ്ങളുമായി വന്ന കാളവണ്ടി ഇതുവരെ എത്തിയില്ല. ഗ്രാമത്തലവന്റെ വീട്ടുകാര് ഞങ്ങളുടെ സഹായത്തിനെത്തി സുഖമായി ഭക്ഷണം തന്നു കഴിച്ചുറങ്ങി. പിന്നെ ഉറങ്ങാൻ പിന്നെ അധികം താമസമൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം ഉച്ചയൂണി കഴിച്ച് തിരിച്ചു വരുമ്പോൾ കണ്ടു, ഇതാ ഞങ്ങളുടെ കാളവണ്ടി ഇങ്ങനെ കുതിച്ചു പാഞ്ഞു വരുന്നത്. എന്ത് പറയാനാ, വെറുതെ ചുമക്കാൻ മാത്രം ഒരു ഭാരം കെട്ടിയെടുത്ത പോലെയായി. അതും പിന്നീട് തന്നാൽ മതിയെന്ന് പറഞ്ഞ് അവിടുന്ന് തടിത്തേക്ക് പോന്നു. മഡഗാസ്കർ ലോകത്തിലെ 4ാമത്തെ ദ്വീപാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചുറ്റും കടലായതുകൊണ്ട് വർഷക്കാലത്തെ കാറ്റിനും കോളിനും വലിയ ശക്തിയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ മഴയോടൊപ്പം കൊടുങ്കാറ്റും ഉണ്ടാകാറുണ്ട്. ഓരോ വർഷക്കാലം കഴിയുമ്പോൾ ചിലരുടെ വീടിരുന്നിടത്ത് ഇഷ്ടിക കൂമ്പാരായിരിക്കും കാണുക. മുറണ്ടാവ നദിയുടെ തീരത്താണ് മഹാബു എന്ന ചെറിയ നഗരവും നമ്മുടെ മിഷൻ സെന്ററും. നദിയുടെ തീരത്ത് തന്നെയാണ് സാമാന്യം വലിയൊരു മാർക്കറ്റ്. ചുറ്റും ടാറിട്ട റോഡുകളും വീടുകളും. 2007 കൊടുങ്കാറ്റും മഴയും കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സർവത്ര വെള്ളം. എന്ന് പറഞ്ഞാൽ പുഴയുടെ വീതി കൂട്ടാൻ പ്രകൃതി നടത്തിയൊരു വീതിയിൽ എല്ലാം ഒലിച്ചുപോയി. 2005 വരെ ചെറിയൊരു വീട്ടിലായിരുന്നു ഞങ്ങളുടെ താമസം. അക്കാലത്ത് ഷൈജു ആളൂരച്ഛൻ കൂട്ടിന് വന്നപ്പോൾ താമസിക്കുന്ന വീടൊന്ന് നന്നാക്കാമെന്ന് കരുതി പണി തുടങ്ങി. വീണ്ടും പണി നീണ്ടുപോയി. മഴക്കാലവും വന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് കാറ്റും മഴയും തുടങ്ങി. 3 മുറിക്ക് മാത്രം ചുറ്റും ചുമരുണ്ട്. ബാക്കി 20 വരാന്ത മാത്രം. വീട് നന്നാക്കാനായി വരാന്തയിൽ ഉണ്ടായിരുന്ന മേൽപ്പുര എടുത്തു മാറ്റിയിരുന്ന സമയം അർദ്ധരാത്രിയായപ്പോൾ കാറ്റിന് മഴയ്ക്ക് ശക്തി കൂടി. തോരാത്ത മഴ, നിലയ്ക്കാത്ത കാറ്റ്. ഷൈജുവിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നതുകൊണ്ട് സംരക്ഷണം സംശയത്തിലായിരുന്നാലും അച്ഛൻ എന്നെ നിലവിളിച്ചു തുടങ്ങി. പക്ഷെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. വനത്തിലെ ഉള്ളിൽ ഒരു വഴിയിലേക്ക് ഇറങ്ങിയ പോലെ അവസ്ഥയിലാകും. എല്ലാം വീണ് കിടക്കുന്നു. മേൽപ്പൂരിയിലായിരുന്നു ഈ വരാന്തയിലേക്ക് ഇറങ്ങിയാൽ ഗലീലി കടലിലെ കാറ്റിൽപ്പെട്ട സ്ലിഹന്മാരുടെ അനുഭവമാണ് നമുക്ക്. എല്ലാം നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ ഉറങ്ങാതിരുന്ന് കാറ്റുമഴയൊക്കെ ഒന്ന് ശാന്തമാക്കിയില്ല. 2009 ജനുവരി മാസം പുതുതായിട്ട് വന്ന അഗസ്ത്യൻ ആനന്ദനിലച്ചനും കിട്ടിയ ഒരു അനുഭവം. ഉറുണ്ടാവൂർ ഉപതയിൽ വർഷത്തിൽ 4 പ്രാവശ്യം പിതാവും അച്ഛന്മാരും കൂടി നടത്തുന്ന ഒരു സംഗമമുണ്ട്, അച്ഛന്മാരുടെ മീറ്റിംഗ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യോഗത്തിൽ അച്ഛന്മാര് പരസ്പരം കണ്ടുമുട്ടും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കും. അപ്പോൾ വർഷത്തിൽ 4 പ്രാവശ്യം കൂടുമ്പോൾ ഒരു യോഗം ജനുവരി മാസത്തിലായിരിക്കും എല്ലായ്പ്പോഴും വരിക. ചില അച്ഛന്മാർ ഈ മീറ്റിംഗ് എത്തുന്നത് വിമാനത്തിലാണ്. കാരണം മഴ മൂലം പലയിടത്തും റോഡുകളൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും. ഈ തോടുകളായി മാറിയിരുന്ന ഈ സമയത്ത് വിമാനം തന്നെ ആശ്രയം. 2009 ജനുവരിയിലെ മീറ്റിങ്ങിന് പതിവ് പോലെ ആശ്നച്ചനെയും കൂട്ടി ഞങ്ങൾ മുറണ്ടാവിലെത്തി. കത്തീഡ്രൽ വികാരിയുടെ ഇരുനില ഭവനത്തിന്റെ 3 മുറികളുള്ള മുകൾ ഭാഗം ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒരുക്കിയിരുന്നു. മീറ്റിംഗ് തുടങ്ങി. ഇടയ്ക്ക് കൊടുങ്കാറ്റിന്റെ ആഗമന മുന്നറിയിപ്പ് വന്നു. ആദ്യത്തെ ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അത്താഴം കഴിച്ച് ഞങ്ങൾ മുറികളിലൊക്കെ എത്തി. കാറ്റിനും മഴയ്ക്കും പിന്നെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. ഷൈജോച്ചനും ആശ്നച്ചനും 2 അറ്റത്തുള്ള മുറികളിലും നടുക്കുള്ള മുറിയിൽ ഞാനും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷൈജോച്ചന്റെ വിളി വന്നു. അടച്ചിട്ടിരുന്ന മുറിയുടെ വാതിൽ കാണാനില്ല, കാറ്റെടുത്ത് കൊണ്ടുപോയെന്ന്. ഷൈജോച്ചൻ ആശ്നച്ചൻ കിടക്കുന്ന മുറിയിലേക്ക് ഇരിപ്പ് മാറ്റി. അവിടെ കൊണ്ടും രക്ഷപ്പെട്ടില്ല. ആശ്നച്ചന്റെ മുറിയിലും ആകാശം കാണാനുള്ള ലക്ഷണങ്ങളൊക്കെ ഇടിമിന്നലിന്റെ വെട്ടത്തിൽ കണ്ടു തുടങ്ങി. അവസാനം ഞാൻ കിടന്നിരുന്ന മുറിയിൽ നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ 3 പേരും നല്ലൊരു നാളെ കണ്ണടക്കാതെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. സൂര്യൻ പ്രത്യക്ഷപ്പെടാതെ തന്നെ നേരം വെളുത്തപ്പോൾ കണ്ടു ഇന്നലെ ഉണ്ടായിരുന്ന പലതും ഇന്നില്ല. മീറ്റിംഗ് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചു. പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വഴിയില്ല. വഴി പലയിടത്തും മുറിക്കപ്പെട്ടു. മഡഗാസ്കറിന്റെ ദുരവസ്ഥയുടെ ഒരു കാരണം ഇത്തരത്തിലുള്ള വർഷം തോറുമുള്ള ഈ കൊടുങ്കാറ്റും മഴയാണ്.
കൃഷിനാശത്തോടൊപ്പം നെൽപ്പാടങ്ങളിൽ മണൽ കയറി ഉപയോഗശൂന്യമായി പോവും. വീടുകൾ നശിച്ച് ജനങ്ങൾ വഴിയാതരമാകും. ആവശ്യത്തിന് മതിയാത്ത റോഡുകൾ വീണ്ടും മുറിഞ്ഞ് ഗതാഗതവും വാർത്താവിനിമയങ്ങളും ശോചനീയമാവുകയും ചെയ്യും. കുടിവെള്ളത്തിന് പുഴകളെ ആശ്രയിക്കുന്നവർക്ക് പിന്നെ കലക്കവെള്ളമാണ് ആശ്രയം. അതെ, മലയാസികൾക്ക് മഴ വലിയൊരു അനുഗ്രഹവും അതേസമയം ഒരു ശാപവുമാണ് പലപ്പോഴും. സമയം തെറ്റി ചെയ്യുന്ന നന്മ ഉപകാരത്തേക്കാൾ ഉപദ്രവമാകുന്നത് പോലെ. എനിക്ക് തോന്നുന്നു 10 മണി വരെയാണ് എനിക്ക് തന്നിരുന്ന സമയം. ഇപ്പൊ 10 മണിയായി. അതുകൊണ്ട് ജോച്ച കണ്ടിന്യൂ ചെയ്യാം. എത്ര മണി വരെ? എത്ര സമയം കൂടി? 5 മിനിറ്റ് കൂടി പറഞ്ഞു വെച്ചേട്ടാ. എന്തോ 5 മിനിറ്റ് കൂടി കണ്ടിന്യൂ ചെയ്തോ. 5 മിനിറ്റ് ഓക്കെ. 5 മിനിറ്റ് ഓക്കെ. ഒരിക്കലും ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ അകലെയായിട്ട് കള്ളന്മാരുടെ ഒരു ഗ്രാമമുണ്ട്. കാളകളെ കട്ടുകെട്ട് കുപ്രസിദ്ധി അർപ്പിച്ചവരാണ് അവിടെ എല്ലാവരും. പലപ്പോഴും അർദ്ധ സൈനികരായ ലോക്കൽ പോലീസുകാരൊക്കെ കള്ളന്മാരെ പിടിച്ചതിന് ശേഷം അവരുടെ വെട്ടിമാറ്റിയ കൈകൾ ശരീരം ചുമന്നുകൊണ്ടൊരു എളുപ്പമല്ലാത്തതുകൊണ്ട് കൈ മാത്രം വെട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ തൂക്കിയിട്ട് പ്രദർശിപ്പിക്കാറുണ്ട്. കള്ളന്മാരുടെ ഈ ഗ്രാമത്തെ സുവിശേഷവൽക്കരിക്കാനുള്ള ആഗ്രഹം മൂത്തിട്ട് 3 തവണ ഞാൻ അവിടെ പോയിരുന്നു. ഒരിക്കൽ ഞങ്ങളും ഞങ്ങളുടെ പള്ളിയിൽ തീഷ്ണമതിയായ ഏതാനും പേര് ചേർന്ന് ഉച്ചയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളുമായിട്ട് രാവിലെ കാൽനടയായിട്ട് പുറപ്പെട്ടു. ഏകദേശം 3 മണിക്കൂർ തുടർച്ചയായി നടന്നാൽ അവരുടെ ഗ്രാമത്തിലെത്താം. മുൻകൂട്ടി ഞങ്ങളുടെ ആഗമനം അവിടെ അറിയിച്ചിരുന്നു. ഞങ്ങളുടെ അത്ഭുതത്തിന് കാരണമായിട്ട് അവിടുത്തെ മൂപ്പൻ എല്ലാ മുതിർന്ന പുരുഷന്മാരെയും മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് തന്നെ 2 വീടുകളിൽ നിന്നും മാറി മാറി ഭക്ഷണം കഴിക്കേണ്ടി വന്നു. ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ ഭാരമായി തീർന്നെന്ന് മാത്രമല്ല, അതൊക്കെ ഇനി തിരിച്ചു കൊണ്ടുവരേണ്ട ഗതികേടും കൂടി ഉണ്ടായി. അപ്പോൾ ആതിഥേയരുടെ ഈ സൽക്കാരത്തിൽ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ അന്ന് തിരിച്ചു പോന്നു. ഇനി അടുത്ത തവണ ആ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ ഒരു 12 സംഘമായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൊ അതേപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ കുറച്ച് വഴി പോയപ്പോൾ കപ്പേര് പറഞ്ഞു, നമുക്ക് കഴിഞ്ഞ തവണ ഭക്ഷണം കഴിച്ച് മടുത്തു, ഇത്തവണയും അങ്ങനെ തന്നെയാവും, നമുക്കിത് വെറും കൈയോടെ പോവാതെ നല്ലത്. എടുത്തതെല്ലാം കാട്ടിലെ ഒരു കുട്ടിക്കാട്ടിൽ ഞങ്ങൾ ഒളിച്ചു വെച്ചിട്ട് ഞങ്ങൾ യാത്രയായി. ഇത്തവണയും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു. കാരണം ആരും ഞങ്ങളെ സ്വീകരിക്കാനില്ല. മൂപ്പൻ വേറെ കാര്യത്തിൽ ഏർപ്പെട്ട് മറ്റൊരു ഗ്രാമത്തിൽ പോയിരുന്നു. അദ്ദേഹത്തിന് ആരെയും വിളിച്ചു കൂട്ടാനായിട്ട് സാധിച്ചുമില്ല. എല്ലാവരും അവനവരുടെ പണിസ്ഥലത്താണ്. അന്ന് ലിബിരായിട്ട് ഭക്ഷണമില്ലാതെ 18 കിലോമീറ്റർ തിരിച്ചു നടന്നു. നോക്കണേ, ഒരു തട്ടുകടം പോലും ഇല്ലാത്ത വിജനതയിലൂടെ. മഡഗാസ്കറിലെ ഗ്രാമങ്ങളിൽ സുവിശേഷവൽക്കരണം വളരെ എളുപ്പമാണ്. പക്ഷെ വളരെ ലളിതമായിട്ടുള്ള ജനങ്ങള്, കൊള്ളസംഘത്തിൽപ്പെട്ടവർ പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ സാധാരണക്കാരായവര്. ചുരുങ്ങിയ സന്ദർശനം കൊണ്ട് ഈ ഗ്രാമക്കാരും കുട്ടികളുമായി നമുക്ക് ചങ്ങാത്തം സ്ഥാപിക്കാം. വിശ്വാസം ആഴപ്പെടുത്താൻ പെട്ടെന്ന് സാധിച്ചില്ലെങ്കിലും എല്ലാ വിധത്തിലും അവർ നമ്മളോട് സഹകരിക്കും. മഡഗാസ്കറിൽ ചെന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ തനിയൊരു പള്ളി ഏൽപ്പിച്ചു. കുട്ടിപ്പള്ളികളില്ലാത്ത ഒരു ഒറ്റയാൻ പള്ളി. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ സുവിശേഷകർക്ക് ഭരണം നടത്തി കുട്ടിപ്പള്ളികൾ സ്ഥാപിക്കാൻ സ്ഥലത്തെ ഭക്തരായ അൽമായരും എന്റെ സഹായത്തിനെത്തി. താമസിയാതെ 5 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ ഞങ്ങളുടെ ആദ്യത്തെ കുരിശുപള്ളിയും പള്ളിക്കൂടവും സ്ഥാപിതമായി. കൊച്ചു ഗ്രാമമായിട്ട് പോലും 108 കുട്ടികളായിട്ടാണ് അന്ന് സ്കൂൾ തുടങ്ങിയത്. കാരണന്മാർക്ക് പ്രാർത്ഥിക്കാൻ മടിയാണെങ്കിലും കുട്ടികളെ പ്രാർത്ഥിപ്പിക്കാനും പഠിപ്പിക്കാനും അവർ സന്തോഷത്തോടെ അനുവദിക്കും. എന്തോ ഇന്നും ഇക്കാര്യത്തിൽ ഒരു മാറ്റമില്ല. പിലഞ്ചാര എന്ന ഗ്രാമത്തിൽ ആധ്യാത്മിക കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്കൊരു ചെറുപ്പക്കാരൻ കിട്ടി. സുളൂഫ് എന്നാണ് അവന്റെ പേര്. 550 കിലോമീറ്റർ അകലിൽ നിന്നും ഭാര്യയായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ ജോലി തേടി എത്തിയവനാണ് അവൻ. പണ്ടേ കത്തോലിക്കനായിരുന്നു സുളൂഫുവിന്. അവന്റെ മുതലാളി ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാൻ അനുവദിച്ചിരുന്നില്ല. എന്നും പണി തന്നെ. അതുകൊണ്ട് ആ പണി അവൻ ഉപേക്ഷിച്ചു. അപ്പൊ അവൻ ഞങ്ങളുടെ അടുത്ത് സഹായത്തിന് വന്നപ്പോൾ പള്ളി സ്കൂളിലെ ഒരു ഒഴിഞ്ഞ മുറി അവനും ഭാര്യയ്ക്കും താമസിക്കാനായിട്ട് നൽകി. പകരം ഈ പുതിയ പലഞ്ചാര ഗ്രാമത്തിലെ പള്ളിയുടെ ഉത്തരവാദിത്തം അവനെ ഏൽപ്പിച്ചു വേദോപദേശം പഠിപ്പിക്കാനും. കൂതാശ കഴിഞ്ഞിട്ടില്ലാത്തിരുന്ന അവരുടെ കല്യാണവും നടത്തി. ഇനിയാണ് മറക്കാനാത്ത സംഭവം. ഇതിനിടെ തന്നെയാണ് ഈ തള്ളപ്പള്ളി വലുതാക്കി പണിയാനായിട്ട് തീരുമാനിച്ചത്. ആഘോഷാവസരങ്ങളിലെല്ലാം ഞങ്ങൾ മുറ്റത്താണ് ദിവ്യബലി അർപ്പിച്ചിരുന്നത്. കാരണം 1957 പണിത പള്ളി അത്ര വലുതൊന്നായിരുന്നില്ല. അല്പം സാമ്പത്തിക സഹായം ലഭിച്ചപ്പോൾ ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പള്ളി നീട്ടി പണിയാനായിട്ട് തീരുമാനിച്ചു. 3 പണിക്കാരെ മാത്രം കൂലിക്കെടുത്തു. ബാക്കി പണിയാലെ ഇടവക്കാർ തന്നെ സൗജന്യമായിട്ട് ചെയ്യാമെന്ന് ഏറ്റു. 1 വർഷം മുടക്കില്ലാതെ ഇടവജനങ്ങൾ അധ്വാനിച്ചു. കല്ലും മണ്ണും മണലും വെള്ളവും മരങ്ങളും എല്ലാം ജനങ്ങൾ തന്നെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. വില കൊടുത്ത് സിമെന്റും കമ്പിക്കും കൂലിക്കാർക്ക് മാത്രം. അതിന് സ്മാരകമാണ് അങ്കിലിസാത്തുവിലെ പുതിയ പള്ളി, നേരത്തെ ഞാൻ പറഞ്ഞ തിരുഹൃദയ പള്ളി.
ഈ പണിക്കിടയിൽ ഒരു ദിവസം ഞങ്ങൾ 4 കിലോമീറ്റർ അകലെയുള്ള പുഴയോരത്തു നിന്നും മണലെടുക്കുകയായിരുന്നു. സുളുഫും അടക്കം 4 പേര് അന്ന് പകലന്ത്യോളം സമാധാനത്തിനുണ്ട് സൗജന്യമായിട്ട്. അവസാനത്തെ ലോഡ് വണ്ടിയിൽ കയറ്റിയതിന് ശേഷം അവർ പുഴയിൽ കുളിക്കാനിറങ്ങി. സുഖമില്ലാത്തതിനാൽ കുളിക്കാതെ മാറി ഇന്ന് സുളുഫ് അവസാനം കുളിക്കാനിറങ്ങി. ഞാൻ വണ്ടിയിൽ കാത്തു നിന്നു. പെട്ടെന്ന് 4 പേരിൽ ഒരാൾ ഓടി വന്ന് എന്നോട്, അച്ഛാ സുളുഫിനെ കാണാനില്ല എന്ന് പറഞ്ഞു. പുഴയിൽ തന്നെയാണ് കാണാതായത് അവർ ഉറപ്പിച്ചു പറഞ്ഞു. അല്പം കൂടി നീങ്ങിയാൽ വെള്ളച്ചാട്ടാ, നീന്തലറിയാമെന്നെങ്കിലും എല്ലാവർക്കും ഇറങ്ങാൻ പേടിയാ. കൂടുതൽ പേരെ വിളിക്കാൻ ഞാൻ വേഗത്തിൽ പള്ളിയിലേക്ക് തിരിച്ചു. വണ്ടിയിലാണെങ്കിൽ നിറച്ചും മണലും. സുളുഫിന് ഒന്നും സംഭവിക്കില്ലെന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. വേഗം മണലിറക്കി സഹായത്തിന് ആൾക്കാരുമായിട്ട് തിരിച്ചു വന്നു. ഇരുട്ടായി തുടങ്ങിയിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും സുളുഫിന്റെ തണുച്ചുറഞ്ഞ ശരീരം അടുത്തുള്ള പാറപ്പുറത്ത് കിടക്കുന്നതാണ് കണ്ടത്. വെള്ളത്തിൽ പരിചയം ഉണ്ടായിരുന്ന ഒരാൾ വന്ന് ഞങ്ങൾക്ക് മുൻപേ വന്ന് സുളുഫിനെ എടുത്താണ് പുറത്തെടുത്തത്. കുട്ടികളില്ലാത്ത സുളുഫും ഭാര്യയും പള്ളി സ്കൂളിലാണ് താമസിച്ചിരുന്നത്. ഇവരുടെ രീതിയിൽ ആരെങ്കിലും മരിച്ചാൽ പിന്നെ പാട്ടും ഭക്ഷണമായിട്ട് രാത്രികൾ ചെലവഴിക്കും. സുളുഫിന് ഇപ്പോൾ വീടില്ല, സ്വന്തക്കാരാണെങ്കിൽ വളരെ അകല. ഞങ്ങൾ പുതിയ പള്ളിയിൽ തന്നെ സുളുഫിന്റെ ശവശരീരം കെടുത്തി എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് രാത്രി മുഴുവൻ പ്രാർത്ഥനയും പാട്ടുമായിട്ട് ക്രിസ്ത്യാനികളൊക്കെ പള്ളിയിലിരുന്നു. പിറ്റേ ദിവസം മൃതശരീരം 500 കിലോമീറ്റർ അകലെയുള്ള അവന്റെ വീട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പോലീസിൽ നിന്നും ഡോക്ടറുടെ കയ്യിൽ നിന്നും ആവശ്യമുള്ള രേഖകളൊക്കെ കിട്ടിയപ്പോഴേക്കും ഉച്ചയായി. പള്ളി പ്രസിഡന്റും കപ്പ്യാരും സുളുഫിന്റെ ഭാര്യയും വേറൊരു സ്ത്രീയൊക്കെ ഒരുമിച്ച് അന്ന് ഉച്ചയ്ക്ക് അവിടെ നിന്നും ഞങ്ങൾ വണ്ടി വിട്ടു. രാത്രി 8 മണി ആയപ്പോഴേക്കും 400 കിലോമീറ്റർ അകലെയുള്ള മലയാളി കന്യാസ്ത്രീമാർ തന്നെ ഇവിടെ ചുണങ്ങുവേലി സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിലെത്തി. മൃതശരീരം പുറത്ത് വെച്ചിട്ട് വണ്ടിയിൽ വെച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം വീണ്ടും യാത്ര ചെയ്ത് അവന്റെ ഗ്രാമത്തിലെത്തി. പ്രസിഡന്റും ഞങ്ങൾ ഒരിടത്ത് കാത്തു നിന്നിട്ട് പ്രസിഡന്റും കപ്പ്യാരൊക്കെ മുൻപ് പോയിട്ട് വീട്ടിൽ പോയിട്ട് വിവരം അറിയിച്ചു. എന്നാൽ നല്ല മര്യാദയോട് കൂടി തന്നെ സുളുഫിന്റെ വീട്ടുകാർ ഞങ്ങളെ സ്വീകരിച്ചു. മലയാസികളുടെ ലാളിത്യത്തിന് ഇതിൽ കൂടുതലൊരു ഉദാഹരണം ഇല്ല. പാരമ്പര്യ രീതി അനുസരിച്ച് മൃതശരീരം അടക്കം കൂടുതൽ സമയം എടുക്കുമെന്നതിനാൽ എന്നെ അന്ന് തന്നെ മടങ്ങാൻ അവർ അനുവദിക്കുകയും ചെയ്തു. പള്ളി പ്രസിഡന്റിനെയും കപ്പ്യാരെയും അവസാനം വരെ മരണാന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിട്ടുകൊണ്ട് സമാധാനമായിട്ടാണ് ഞാൻ അന്ന് മടങ്ങിപ്പോകുന്നത്. ദൈവത്തിന് സ്തുതി. അപ്പൊ എത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. എനിക്ക് തന്ന സമയത്തിനും ജോച്ചനും കന്നഡത്തിനെ കുറിച്ച് നന്ദി. എല്ലാവർക്കും എല്ലാവിധ മംഗളാശംസകളും ദൈവത്തിന്റെ അനുഗ്രഹവും. കർത്താവായ ദൈവമേ, നിന്റെ നാമത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ മക്കളെയും അവിടെ കുടുംബങ്ങളെയും അവിടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ തിരുഹൃദയ തിരുനാൾ അവിടുന്ന് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന് അനുയോജ്യമായ ഭവനങ്ങളാക്കി അവിടുന്ന് മാറ്റണമേ. നിന്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരിക്കൽ കൂടി നിന്റെ തിരുഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഈശോയെ, ഞങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ധാരാളം ദൈവവിളി നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ശാവറ പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥവും നാം ഓരോരുത്തരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.